Hi dears, Assalamualaikum. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് 4 പീസായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ്. അത് കുറച്ച് മതിയാവും, ഒരു 5-6 മതിയും. പിന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. അതുപോലെ കുറച്ച് ക്രീം കൂടി വേണം. ചോക്ലേറ്റ് ക്രീമാണിത്. വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ആക്കിയിട്ടൊന്ന് ബീറ്റാക്കി എടുത്തേക്കാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ടുള്ള ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പുഡിങ് സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഗ്ലാസ്സിലോ അങ്ങനെ നമുക്ക് ഭംഗിയുള്ള എന്തെങ്കിലും വേണമെങ്കിലും ആക്കാം. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്, അപ്പോൾ ഞാൻ ഇതിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക, എന്നിട്ട് അതിൽ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചിട്ട് മുകളിലായിട്ട് ആ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുള്ളത്, ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ബട്ടറും പിന്നെ അതുപോലെ കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി, നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം പിന്നെ ഈ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കൈ വെച്ച് തന്നെ പൊട്ടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് അതുകൂടി ഒരു ലെയറാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ആക്കി കൊടുത്തേക്കാണ്. അതും കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ലെയറും കൂടി ഇതേപോലെ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഈ ഗ്ലാസ്സിൻ്റെ ഭാഗത്തിനനുസരിച്ചിട്ട് ഒരു 2 ലെയർ മാത്രമാണ് ആക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ സോസ് ഒഴിച്ചിട്ട്, സോസ് അത്യാവശ്യം ലൂസിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ബ്രെഡിൽ നന്നായി ഒന്ന് ഡിപ്പായി കിട്ടും. അതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ മുകളിലായിട്ട് ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. എയർ റൂട്ട് ബിസ്ക്കറ്റൊക്കെ എടുക്കുന്നതിനായിട്ടും ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഫില്ലായി കിട്ടിയപ്പോൾ. എന്നിട്ട് മുകളിലായിട്ടാണ് പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഈ നട്ട്സ് വേണമെങ്കിൽ നമ്മൾ ലെയറിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുകളിൽ മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് മുകളിൽ അല്പം കൂടി ആ ചോക്ലേറ്റ് ഒന്ന് ആക്കി കൊടുക്കുക, ഒരു ഭംഗിക്ക് മാത്രമായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട്, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഡെസേർട്ട് ഇത് അവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലും റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ കമൻസൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.